ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം, അധ്യായം 6, ശ്ലോകം 2. യം സന്യാസമിതി പ്രാഹുർ യോഗം ത്വം വിദ്ധി പാണ്ഡവ ന ഹ്യസന്യസ്തസങ്കൽപ്പോ യോഗീ ഭവതി കശ്ചന. യം സന്യാസമിതി പ്രാഹുർ യോഗം ത്വം വിദ്ധി പാണ്ഡവ ന ഹ്യസന്യസ്തസങ്കൽപ്പോ യോഗീ ഭവതി കശ്ചന. പരിത്യാഗമെന്ന് പറയുന്നത് യോഗം തന്നെയാണെന്ന് നീ അറിയണം. യോഗം എന്നാൽ പരമപുരുഷനുമായി ബന്ധം സ്ഥാപിക്കുക എന്നതാണ്. പാണ്ഡുപുത്ര, ഇന്ദ്രിയ സുഖങ്ങളിലുള്ള തൃഷ്ണ ഉപേക്ഷിക്കാതെ ആർക്കും ഒരിക്കലും യോഗിയാകാൻ ആവില്ല. ഭാവാർത്ഥം: ജീവാത്മാവ് എന്ന നിലയിൽ തൻ്റെ മൂലസ്വരൂപം എന്തെന്നറിയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് സന്യാസയോഗം അല്ലെങ്കിൽ ഭക്തി. ജീവാത്മാവിന് തൻ്റേതായൊരു സ്വതന്ത്ര അസ്തിത്വം ഇല്ല. പരമപുരുഷൻ്റെ തടത്ത ശക്തിയാണത്. ഭൗതിക ശക്തിയിൽ അകപ്പെട്ടു പോയപ്പോൾ ബദ്ധനായി. കൃഷ്ണാവബോധം ഉദിക്കുമ്പോൾ, ആധ്യാത്മിക ശക്തിയെക്കുറിച്ച് ബോധം വരുമ്പോൾ ആത്മാവിന് തൻ്റെ സ്വാഭാവിക അവസ്ഥ തിരിച്ചു കിട്ടുന്നു. അതുകൊണ്ട് പൂർണ്ണമായ അറിവ് നേടിയ ഒരാൾ ഭൗതിക സുഖഭോഗങ്ങളെല്ലാം ത്യജിക്കും. അവയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെയും നിർത്തും. ഭൗതികാസക്തിയിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ തടഞ്ഞു വയ്ക്കുന്ന യോഗികളും ഇതിനു വേണ്ടിയാണ് പരിശീലിക്കുന്നത്. എന്നാൽ കൃഷ്ണാവബോധമുള്ള ഒരാൾക്ക് കൃഷ്ണനായിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലല്ലാതെ മറ്റൊന്നിലും തൻ്റെ ഇന്ദ്രിയങ്ങളെ വ്യാപരിപ്പിക്കുവാൻ സന്ദർഭമുണ്ടാവില്ല. അതുകൊണ്ട് ഒരേ സമയം തന്നെ സന്യാസിയും യോഗിയുമാണ് കൃഷ്ണാവബോധവാനായ വ്യക്തി. ജ്ഞാനയോഗ പദ്ധതികളിൽ നിർദ്ദേശിക്കുന്ന ജ്ഞാനത്തിൻ്റെയും ഇന്ദ്രിയദമനത്തിൻ്റെയും ഉദ്ദേശങ്ങൾ കൃഷ്ണാവബോധത്തിൽ തനിയെ നിറവേറ്റുന്നു. സ്വാർത്ഥ താല്പര്യം മുൻനിർത്തിയുള്ള പ്രവൃത്തികൾ ഉപേക്ഷിക്കാൻ കഴിയാത്തവർക്ക് ജ്ഞാനമാകട്ടെ യോഗമാകട്ടെ ഒരു പ്രയോജനവും ചെയ്യില്ല. സ്വാർത്ഥപരമായ ഏത് സംതൃപ്തിയും കണക്കാക്കാതെ പരമപുരുഷന് പ്രീതികരമായത് ചെയ്യാൻ തയ്യാറാവുകയാണ് ഒരു ജീവാത്മാവിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. കൃഷ്ണാവബോധമാർന്ന മനുഷ്യന് സുഖാനുഭോഗങ്ങൾക്കുള്ള ആഗ്രഹമുണ്ടാവില്ല. അയാൾ എപ്പോഴും ഭഗവത് പ്രീണനത്തിൽ മുഴുകിയിരിക്കും. പരമപുരുഷനെക്കുറിച്ച് അറിയാത്തവനാണ് സ്വാർത്ഥപൂർത്തിയാക്കാനുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടേണ്ടി വരുന്നത്. നൈഷ്കർമ്മ്യാവസ്ഥയിൽ ജീവിക്കാൻ ആർക്കും സാധ്യമല്ല. കൃഷ്ണാവബോധ പരിശീലനം വഴി എല്ലാ ഉദ്ദേശങ്ങളും പൂർണ്ണമായി ഫലവത്താകുന്നു. ഹരേ കൃഷ്ണ. രാധേ രാധേ.